ഇന്ന് നാം വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. പ്രാർത്ഥനയിലൂടെയും സഹനത്തിലൂടെയും വിശുദ്ധിയിലേക്ക് നടന്ന ഒരു ജീവിതമാണ് അൽഫോൻസാമയുടേത്. ആ വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം. എടി മറിയക്കുട്ടി, നീ അവിടെ എന്തെടുക്കുവാടി? എന്താടാ മർത്തിനെ നീ എന്നെ വിളിച്ചേ? എടി മറിയക്കുട്ടി, എനിക്കപ്പടി വിഷമടി. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. പഠന സമ്മർദ്ദം, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ. ഓഹ്, എന്നാണോ എനിക്ക് ഇങ്ങനെയൊക്കെ? എന്തിനാണോ ദൈവം എനിക്കിതെല്ലാം അനുവദിക്കുന്നത്? എടാ മാർട്ടിനെ, നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്ക് വിശുദ്ധ അൽഫോൻസാമയെ അറിയാമോ? എടാ, ഇന്ന് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളാണ്. ആ വിശുദ്ധ ഇതിലും വലിയ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. അവൾ ഒരിക്കലും ദൈവത്തെ വിട്ടുപോയിട്ടില്ല. കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമുട്ടേ. അല്ല കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സുഖമാണോ? മാർട്ടിനെ, എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ? എൻ്റെ അമ്മേ, എനിക്ക് അപ്പടി വിഷമങ്ങളാണ്. മനസ്സിനൊരു സന്തോഷവും ഇല്ല. കുഞ്ഞുങ്ങളെ, എനിക്കും രോഗങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചു. അമ്മേ, ഇത്രയും കഷ്ടതകൾ വന്നിട്ടും അമ്മ ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ലേ? ഇല്ല മക്കളെ, സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഓരോ കുരിശും നമ്മെ ഈശോയോട് കൂടുതൽ അടുപ്പിക്കും. ദൈവത്തിൽ വിശ്വസിച്ചാൽ ഒരു ദുഃഖവും വെറുതെ ആവില്ലാട്ടോ. ഓക്കെ അൽഫോൻസാമേ, ഞങ്ങളും പരാതിപ്പെടാതെ പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഇന്നു മുതൽ ശ്രമിക്കും. അതാണ് വിശുദ്ധിയുടെ വഴി. ചെറിയ കാര്യങ്ങളിലും സ്നേഹവും ക്ഷമയും സേവനവും കാണിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി അൽഫോൻസാമേ, ഒത്തിരി നന്ദി. വിശുദ്ധയാം അൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ. ഭാരത മണ്ണിൻ യാചനകൾ നിന്നിലുയർത്തണമേ. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്തോടെയും സഹനത്തോടെയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ വിശുദ്ധരാകാം എന്നതാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്കും ഈ വിശുദ്ധയുടെ ജീവിതം അനുകരിച്ച് വിശുദ്ധിയിൽ വളരാം.